ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ സാധാരണ വീടിനകത്തൊക്കെ ഇരുന്ന് നഖം വെട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ നഖം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചു പോവാറില്ലേ? നഖം വെട്ടുമ്പോൾ നഖമൊക്കെ അങ്ങനെ കളയരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ തെറിച്ചു പോകുമ്പോൾ നമുക്ക് ആ നഖമൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നഖം വെട്ടുന്ന ആ നെയിൽ കട്ടറിൽ ഇതുപോലത്തെ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കെടുക്കുക. അതിനുശേഷം നമ്മൾ നഖം വെട്ടുകയാണെങ്കിൽ നമ്മുടെ നഖം ഈ സെല്ലോ ടേപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് ഞാനിപ്പോൾ നഖം വെട്ടിയപ്പോൾ എൻ്റെ നഖം ഈ ടേപ്പിൽ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നഖം വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ നഖമൊക്കെ ഈ ടേപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നഖമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേപ്പ് ഊരി മാറ്റിയിട്ട് വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ലൊരു യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അന്വേഷിച്ചാലും അതിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ചില സമയത്തൊക്കെ നമ്മളത് മുറിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെ അറ്റം കിട്ടാതിരിക്കുമ്പോൾ. നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക്, എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽസ് പിന്നെ നമ്മൾ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനകത്തൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതൊരു സോസിന്റെ ബോട്ടിലാണ്. അപ്പൊ ഇതിനകത്ത് ആ സോസിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും. അത് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കഴുകി കളയണം. ഇതിൽ ആ സോസിന്റെ അംശമൊക്കെ ഒന്ന് കഴുകി കളയാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന കുറച്ച് സോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഷേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇനി നമുക്കിത് പിന്നീട് യൂസ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുക്കറിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് ഇട്ടിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പം ഞാനിവിടെ ഒരു 10 രൂപയുടെ വിംബാറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു നാരങ്ങ ഇതുപോലെ 4 ഒന്ന് മുറിച്ചത്, നമ്മൾ യൂസ് ചെയ്ത നാരങ്ങയുടെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സോപ്പ് അലിഞ്ഞു കിട്ടുകയില്ല. സാധാരണ വെള്ളത്തിലിട്ട് കുറെ നേരം കഴിയുമ്പോഴൊക്കെ സോപ്പ് അലിഞ്ഞു കിട്ടാറുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ അടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ സത്തൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ അടിക്കുന്നത്. പിന്നെ ഇത് 2-3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കർ തുറന്നു നോക്കാം. എന്നിട്ട് ഈ സോപ്പ് നന്നായിട്ടൊന്ന് ഇതിനകത്ത് മെൽറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ തൊലിയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്തു കളയാം. എൻ്റെ ഈ ബോട്ടിലേക്ക് ഞാൻ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ലിക്വിഡ് നമുക്ക് ഡിഷ് വാഷിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. എന്നാലും നല്ല പതയൊക്കെ ഉണ്ടാകും ഇതിന്. നമ്മൾ ചിലപ്പോഴൊക്കെ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് പാത്രം കഴുകുമ്പോൾ ചില സമയത്ത് ഈ പാത്രത്തിൽ ചെറിയ ചെറിയ തരുതരു പോലെയൊക്കെ വെളുത്ത പാടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് പാത്രം കഴുകുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു 10 രൂപയുടെ ഒരു വിമ്മൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 1 മാസത്തേക്കൊക്കെ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് വെള്ളത്തിൻ്റെ ഒരളവ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. വെള്ളം കൂടിപ്പോയി നിർത്ത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് മാവും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം അടിച്ചെടുക്കരുത്. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അതേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തിയോ പൂരി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ മിക്സിയുടെ ജാറ് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുകാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ പോയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുക എന്തെങ്കിലും ചെയ്യാം. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ. താങ്ക്